Hello friends, Namaskaram. Mallaath kitchenലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. അതിന്റെ പേര് വന്നിട്ട് 7 അപ്പ് കേക്ക് എന്ന് പറയും. അതിന് ഇനി ഒരു പേര് കൂടി 7 അപ്പ് ബർബി എന്നും പറയാം. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. 7 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഏത് കപ്പിൽ എടുക്കുന്നോ ആ കപ്പിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം. ഇപ്പം ഞാൻ ഒരു കപ്പ് ഈ കപ്പിന് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് അതേ കപ്പിന് പാല്, അതേ ഒരു കപ്പിന് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു കപ്പിന് 2 കപ്പ് പഞ്ചസാര. 3 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒരുപാട് മധുരമാകുമ്പോൾ നന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര അതേ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ്, പിന്നെ അതിന് അതേ ആ കപ്പിന് ഒരു കപ്പ് നെയ്യ് വന്നിട്ട് ചൂടാക്കിയതാണ്. അത് ചൂടാക്കിയിട്ട് ഇങ്ങനെ ആയിട്ടുള്ള വേണം. അപ്പോൾ ഇത്ര 7 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കടലമാവിനെ 2-3 നിമിഷം ആ പച്ച വാസന പോണ വരെ ചൂടാക്കിയെടുക്കാം. പച്ച വാസന പോണ വരെ ചൂടാക്കാം. ഇനി ചൂടായി നല്ല വാസന വന്നു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 7 കപ്പാണ്. അതിൽ 1 കപ്പ് കടലമാവ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് 2-3 നിമിഷം നല്ലപോലെ പച്ചവാസന പോയ ഉടനെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി തേങ്ങ ചൂടായ ഉടനെ അതേ കപ്പാണ്, ഏത് കപ്പിൽ നമ്മൾ എടുക്കുന്നോ അതിൽ നമ്മൾ എല്ലാ 7 സാധനങ്ങളും എടുക്കണം, 6 സാധനങ്ങളും എടുക്കണം. കടലമാവ് ഏത് കപ്പിൽ എടുത്തോ അതേ കപ്പിൽ എല്ലാ സാധനങ്ങളും എടുക്കണം. ഇനി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മാത്രം 2 കപ്പ് ഇട്ട് കൊടുക്കണം. പഞ്ചസാര 3 കപ്പാണ് ഇടേണ്ടത്. പക്ഷെ ഞാൻ മധുരം അധികമാവും എന്ന് വിചാരിച്ചിട്ട് 2 കപ്പ്, നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. 2 കപ്പെങ്കിലും ഇട്ട് കൊടുക്കണം, അപ്പോഴേ രുചി വരുള്ളൂ. ഇനി നമ്മൾ പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാല് നല്ല പോലെ, പാലും ഈ പഞ്ചസാരയും നല്ല പോലെ ഡൈല്യൂട്ടായിട്ട് കിട്ടണം. ഇളക്കി കൊടുക്കും. നമുക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. A few minutes later. ഇപ്പോൾ നല്ല പോലെ നമുക്ക് തവയിൽ ഒട്ടാതെ നല്ല പോലെ ഇത് കറക്റ്റായിട്ടുള്ള പദമാണിത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കാപ്പൊടി ഇടണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. അത് ഓരോ ഓപ്ഷനിലാണ്. ഇടണമെങ്കിൽ ഇടാം. ടേസ്റ്റ് ഏലക്കയുടെ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി കൂടി ഇടാം. നട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ നെയ്യ് നല്ല പോലെ തേച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. എന്നിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 2-3 നിമിഷം കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈസിലായിട്ട് ഒന്ന് ആറിയ ഉടനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് ആറിയ ഉടനെ സ്ലൈസായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ട് ആക്കാം. എന്ത് വേണമെങ്കിൽ എന്ത് സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ആ വര വരച്ച് വെച്ചു. ഇനി കുറച്ച് ആറിയ ഉടനെ നമുക്ക് തനിച്ച് എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത് കാണാം. താങ്ക് യു.